ഹായ്, എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ഇമോഷൻസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇത് നമുക്ക് കരയാൻ തോന്നുമ്പോൾ കരയും, ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കും. അതേപോലൊരു ഇമോഷനാണ് ഭയം. പല വ്യക്തികളും പല രീതിയിൽ ഭയക്കുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് നായയെ പേടിയായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് പാമ്പിനെ പേടിയായിരിക്കും, ചില വ്യക്തികൾക്ക് ഇരുട്ടിനെ പേടിയായിരിക്കും. ഇത്തരം പേടികളെല്ലാം ഓരോ വ്യക്തികൾക്ക് ഉണ്ടാകുന്നതാണ്. പക്ഷെ ജീവിതത്തിൽ ചില പേടികൾ നമ്മളെ നശിപ്പിച്ചു കളയും. ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ പേടിക്കുന്ന എത്രയോ പേര്, സ്റ്റേജ് ഫിയർ ഉള്ള എത്രയോ പേരുണ്ട്. അതേപോലെ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് സംസാരിക്കാൻ ഭയക്കുന്ന എത്ര പേരുണ്ട്. അടുത്ത ഫ്രണ്ട്സുകളോട് മാത്രമേ സംസാരിക്കുള്ളൂ ചില വ്യക്തികൾ. കാരണം പുതിയ ആളുകളോട് ഇന്ററാക്ട് ചെയ്യാൻ പേടിയാണ്. ഇതെല്ലാം എന്താ എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് ഈ ഭയത്തെ തുരത്താൻ പറ്റുന്നത് എന്നുള്ളത്. നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയാൻ പറ്റുമോ? അതേപോലെ തന്നെ പേടിയെയും മാറ്റാൻ സാധിക്കും. ഇന്ന് ഉദാഹരണമായി പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് സ്റ്റേജ് ഫിയർ ആണെന്ന് വെച്ചു. അതായത് സ്റ്റേജിൽ കയറി നിന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ ഭയക്കുന്നു. അതിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു വലിയൊരു സ്റ്റേജാണ്, അവിടെ വലിയൊരു പ്രോഗ്രാം നടക്കുകയാണ്. ഒരു 500 പരം ആളുകൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുന്നത് നിങ്ങളെയാണ്. നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ കാതോർക്കുന്നു. ശരിയാണല്ലേ? ഇപ്പോൾ നമ്മൾ ഏതൊരു പ്രോഗ്രാമിന് പോയാലും അവിടെ നടക്കുന്നത് എന്താണെന്നറിയാൻ ഒരു ആകാംക്ഷയായിരിക്കും. അവരെന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ഒരു ആകാംക്ഷയായിരിക്കും. അത് തന്നെയാണ് എല്ലാവരിലും ഉണ്ടാകുന്നത്. എന്നാൽ പറയാൻ പോകുന്ന വ്യക്തി നിങ്ങളോ ഞാനോ എന്ന് വെച്ചോ. അതായത് നിങ്ങളിൽ ഒരാളാണ് ഈ പ്രസംഗിക്കാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ സംസാരിക്കാൻ നിൽക്കുന്നത്. അതായത് ഒന്ന് ചിന്തിക്കുക, 500 പേരിരിക്കുന്ന സ്റ്റേജാണ്, 500 പേരുടെ കണ്ണുകൾ നിങ്ങളിലേക്കാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ സ്റ്റേജിൽ നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ എങ്ങനെ പേടി കൂടാതെ സംസാരിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആരെയും ഭയക്കാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ ആശയങ്ങൾ നിങ്ങൾക്കും സംസാരിക്കാം. AIT എന്ന ടെക്നിക്ക് മാത്രം മതി. എന്താണ് AIT? അതായത് നിങ്ങൾ നാളെ ഒരു സ്റ്റേജിൽ പോയി 500 പേരിരിക്കുന്ന അല്ലെങ്കിൽ 1000 പേരിരിക്കുന്ന സ്റ്റേജിലായിക്കോട്ടെ, നിങ്ങൾ പോയി സംസാരിക്കാൻ പോവുകയാണ്. അപ്പോൾ തലേന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണിത്. A for analysis, I for imagination, T for talk. അത് നിങ്ങൾ അനലൈസ് ചെയ്യുക. എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് എങ്ങനെയാണ് ഞാൻ പറയേണ്ടത്, അതിനെക്കുറിച്ച് നിങ്ങൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. അത് നിങ്ങൾ ഇമാജിനേഷൻ ആക്കി എടുക്കുക. അത് നിങ്ങളൊരു വിഷ്വൽ കാണുന്ന പോലെ നിങ്ങൾ അവിടെ പ്രസംഗിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, നിങ്ങളുടെ കൈ എങ്ങോട്ട് പോകുന്നു, നിങ്ങളുടെ കണ്ണ് എങ്ങോട്ട് പോകുന്നു, നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക. T for talk. എന്നിട്ട് നിങ്ങൾ സംസാരിക്കുക. ഇത്രയും കാര്യം തലേ നിങ്ങൾ ചെയ്യുക. ഇതാണ് ബെറ്റർ നിങ്ങളുടെ ലൈഫിൽ പേടി മാറ്റാൻ പറ്റുന്നത്. കാരണം നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓൾറെഡി നിങ്ങളവിടെ സംസാരിക്കുകയാണ്. ഈ സംസാരത്തിലൂടെ നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ മാറ്റി നിങ്ങളുടെ കോൺഫിഡൻസ് ആകുകയാണ്. നിങ്ങൾ ആ കോൺഫിഡൻസിലൂടെ പിറ്റേന്ന് പോയി ആ വേദിയിൽ പോയി സംസാരിക്കുകയാണ്. എന്ത് മനോഹരമായ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നറിയുമോ? ഇന്ന് പല വ്യക്തികളും പേടിക്കുന്നത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി എന്നെ നോക്കുന്നു, എന്തെങ്കിലും ഞാൻ തെറ്റ് പറഞ്ഞാൽ അയ്യോ അവരെന്നെ കളിയാക്കുമോ. എന്തിന്? നിങ്ങൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യം, അവർക്ക് 500 പേർക്ക് മുന്നിൽ അല്ലെ 1000 പേർക്ക് മുന്നിൽ നിങ്ങളാണ് നന്നായി സംസാരിക്കുന്ന വ്യക്തി. നിങ്ങൾ സംസാരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനിരിക്കുന്ന വ്യക്തിയാണ് എന്ന ഒരു ചിന്തയോടുകൂടി നല്ല രീതിയിൽ സംസാരിച്ചു നോക്ക്. തീർച്ചയായും നിങ്ങൾക്ക് ഓരോ വാക്കിലും നല്ലൊരു കോൺഫിഡൻസും ഉണ്ടാകും. കേൾക്കുന്നവർക്ക് ആസ്വദിക്കാനും സാധിക്കും. ആദ്യം ചെയ്യേണ്ട ഒറ്റൊരു കാര്യം മാത്രം മതി. നിങ്ങൾ തന്നെ ഒരു കോൺഫിഡൻസ് ഉള്ള വ്യക്തിയായി തീരുക. അത് ഏതൊരു മേഖലയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുക. എന്തിനാണ് നിങ്ങൾ സംസാരിക്കാൻ പേടിക്കുന്നത്? നിങ്ങൾ തെറ്റുമെന്ന് ഭയന്നിട്ടാണോ? ഒരിക്കലും ഭയക്കേണ്ടതില്ല. എല്ലാവരും എല്ലാം തികഞ്ഞ മനുഷ്യന്മാരല്ല. ആയതിനാൽ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ അവിടെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ആയതിനാൽ ഭയത്തെ അകറ്റി നിർത്തുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഭയക്കുന്ന എന്തിനെയാണോ അതിനൊരു ഇമാജിനേഷൻ പോലെ കണ്ടെത്തിക്കൊണ്ട് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ഉള്ളിലെ ഭയം നിങ്ങളിൽ നിന്നും അകന്നു പോകും. ഒരു ദിവസം കൊണ്ടല്ല പറയുന്നത്, നിങ്ങൾ ഡെയിലി ഒരു 10 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റിവെക്കുക. ഇങ്ങനെ നിരന്തരമായുള്ള നിങ്ങളുടെ പ്രാക്ടീസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ ഭയത്തെ ഇല്ലാതാക്കും. എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്